ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി. തുടർന്നും ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പഴയൊരു കേക്ക് ബോർഡുമായിട്ടാണ്. വീണ്ടും വെറുപ്പിക്കാൻ കേക്ക് ബോർഡുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു ബ്ലാക്ക് കളർ പെയിൻറ്റ് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കാണിക്കുന്നില്ല. നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ ബ്ലാക്ക് കളർ പെയിൻറ്റ് അടിക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട്. സാധാരണ നോർമൽ ഫാബ്രിക് പെയിൻ്റ് ആണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ട് അതൊന്ന് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഉണങ്ങിയിട്ടുണ്ട്. നമ്മളൊരു പിജിയൻ്റെ പടം കൂടെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്ക് ബോർഡിലൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് നമ്മൾ വരച്ചെടുത്ത ആ പിജിയണൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ടേ. നമ്മൾ കട്ട് ചെയ്തിട്ടാണ് ആ കേക്ക് ബോർഡിൽ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ കേക്ക് ബോർഡ് എവിടെ കിട്ടിയാലും ഞാനെടുത്ത് സൂക്ഷിച്ച് വെക്കാറുണ്ട്. കാര്യം അത് നല്ല റൗണ്ട് ഷേപ്പിലായതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്തൊന്നും എടുക്കണ്ടല്ലോ. അപ്പോൾ നമുക്ക് റെഡി ടു യൂസ് ആയിട്ട് ഉപയോഗിക്കാവുന്നത് കൊണ്ട് ഞാനതങ്ങനെ സൂക്ഷിച്ച് വെക്കാറുണ്ട്. അപ്പോൾ ദേ നമ്മൾ ആ ഒരു പിജിയണ്ണെ നമ്മൾ ആ കേക്ക് ബോർഡിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ പശ തേച്ചിട്ടാണ് നമ്മൾ തെർമോക്കോളിൻ്റെ ആ ബോൾസ് എല്ലാം നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് കുഞ്ഞിൻ്റെ ഒരു തലേണയുടെ ഒരു ചീത്തയായിപ്പോയി. നമുക്കത് ഉപയോഗിക്കാൻ പറ്റാതെ ആയപ്പോൾ ആ തലേണ ഇങ്ങനെ വെറുതെ ഒന്ന് അഴിച്ചു നോക്കിയതാണ്. അപ്പം അതിനകത്തിൽ ഇത്രയും ചെറിയ തെർമോക്കോൾ ബോൾസ് ആയിരുന്നു. അപ്പോൾ അതൊരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് എടുത്ത് വെച്ചു. ഇതിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ ശ്വാസം വിട്ടാൽ പോലും പറന്നു പോകും, അത്രയും ചെറിയ ബോൾസ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് അത് എടുത്ത് വെക്കാൻ നേരമൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പറന്നൊക്കെ പോകുമായിരുന്നു. അപ്പോൾ ഇത് ക്രാഫ്റ്റിന് വേണ്ടി ഇപ്പോൾ എടുത്തപ്പോഴും ആ റൂം മുഴുവനും ആയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത്രയും ശ്രദ്ധിച്ച് വേണം ഇത് ചെയ്യാനായിട്ട്, പെട്ടെന്ന് പറന്നു പോകും. അപ്പോൾ അത് ഞാനും അനിയത്തിയും കുറച്ച് ഇങ്ങനെ എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ ഇപ്പം ഇത് കുറേ നാളായി ഞങ്ങളെടുത്ത് വെച്ചിട്ട്, പക്ഷേ ഇപ്പോഴാണ് അതിനൊരു അവസരം കിട്ടിയത് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ പിജിയൺ തന്നെ ചെയ്യാമെന്ന് വിചാരിക്കുന്നതിൻ്റെ കാരണം, ഇതിന് പ്രത്യേകിച്ച് ഞാൻ കളർ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഈ വൈറ്റ് തന്നെ കീപ്പ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു സാധനം ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതേ നമ്മൾ പിജിയൻ്റെ മുകളിലെല്ലാം ഒരേപോലെ പശ തേച്ചിട്ട് ഫെവിക്കോളാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ ബോൾസ് ഇട്ട് കൊടുക്കുക. കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ അതങ്ങ് ഒട്ടും. അപ്പോൾ ബാക്കി എക്സസ് ആയിട്ടുള്ളതെല്ലാം നമ്മളൊന്ന് തട്ടിക്കളയുകയാണ്. അത് പെട്ടെന്ന് കൈ കൊണ്ട് തൊട്ടാൽ മതി, ഇങ്ങി പോരുന്നോളും. അപ്പോൾ ഇത് കളർ ചെയ്യണമെങ്കിൽ കുറച്ച് ടാസ്ക്കാണ്. കാര്യം ചിലപ്പോൾ നമ്മളിങ്ങനെ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ബോൾസൊക്കെ ചിലപ്പോൾ ഇളകി വരും. അപ്പോൾ അവിടെ ഒരു ഗ്യാപ്പൊക്കെ വരുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കളർ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചത്. തന്നെയല്ല, നമ്മൾ പെട്ടെന്ന് തന്നെ കളർ ചെയ്യാനായിട്ടൊക്കത്തില്ല. വല്ലേ പിന്നെ ഒരു ദിവസമൊക്കെ ഇരുന്ന് ഡ്രൈ ആയിട്ട് പിന്നെ പിറ്റേ ദിവസമൊക്കെ ചെയ്യുവാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഓർത്ത് ഇത് കളർ ചെയ്യേണ്ട, ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. കണ്ടോ, ദേ നമ്മൾ ആ എക്സസ് ആയിട്ടുള്ളതെല്ലാം കളഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫൈനൽ പിജിയണിൻ്റെ ലുക്ക് ഇങ്ങനെയാണേ. ഇനി നമ്മൾ ആ ഒരു ലീഫിന് നമ്മളൊന്ന് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ അവിടെ ബോൾസ് ഞാൻ ഒട്ടിച്ചിട്ടില്ല, പെയിൻറ്റ് ചെയ്യേണ്ടതായതുകൊണ്ട് ഞാൻ ഓർത്തു നമുക്ക് ആ ഒരു പേപ്പറിൽ തന്നെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനൊരു ഗ്രീൻ കളർ നമ്മൾ കൊടുത്തെടുക്കുന്നുണ്ട്. പിന്നെ ആ പിജിയണിൻ്റെ കണ്ണിൻ്റെ ഭാഗത്ത് നമ്മളൊരു ചെറിയ ഒരു ബ്ലാക്ക് കളറിലൊരു ഡോട്ട് വിട്ട് കൊടുക്കുന്നുണ്ട്. അല്ലാതെ വേറെ ഞാൻ കളറൊന്നും ചെയ്യുന്നില്ല. ഇതിൻ്റെ വലിയ ബോൾസൊക്കെ നമുക്ക് മാർക്കറ്റിലൊക്കെ കിട്ടും. ഏതാണ്ട് 10-30 രൂപയൊക്കെ കാണത്തുള്ളൂ, വിലക്കുറവാണേ. അപ്പോൾ അങ്ങനെ വലിയ ബോൾസ് കിട്ടുവാണെങ്കിൽ നമുക്ക് അത് വെച്ചാണെങ്കിലും നമുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കാൻ പറ്റും. എങ്ങനെയാണെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെയാണെങ്കിലും ചെയ്യാൻ പറ്റും. പല കളറുകളൊക്കെയുള്ള ബോൾസ് കിട്ടുമല്ലോ. അപ്പോൾ അതൊക്കെ ആണെങ്കിലും മതി. ഇത് പിന്നെ ഞാൻ ഇത്രയും ചെറിയതായതുകൊണ്ട് ഒരു 3D ലുക്കൊക്കെ കിട്ടുമല്ലോ, കുറച്ച് എംബോസ് ചെയ്തിരിക്കുന്ന കാരണം. അപ്പം അതെനിക്കൊരു ഇഷ്ടം കൊണ്ട് ഞാൻ അങ്ങനെ പിജിയൺ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. വേറെ എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റോടൊക്കെ അതുകൊണ്ടൊക്കെ ചെയ്യണം. കുറേ കൂടെ ബോൾസ് ഇരിപ്പുണ്ട്. അത് എടുക്കുമ്പോഴേ പേടിയാണ്, കാര്യം ലോകം മൊത്തം പറന്നു പോകും. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് വർക്ക് ചെയ്യുമ്പോഴും ശ്വാസമൊക്കെ വിടുന്നത് സൂക്ഷിച്ചാൽ, കാര്യം ഇത് പറന്നു പോകുമല്ലോ എന്ന് ഓർത്ത്. അപ്പോൾ അതേ നമ്മളൊരു ബ്ലാക്ക് ഡോട്ട് ഇവിടെ നിന്ന് ഇട്ട് കൊടുക്കുന്നുണ്ടേ. അതോടെ കഴിഞ്ഞാൽ നമ്മുടെ ഈ വർക്ക് കംപ്ലീറ്റ് ആകുവാണ്. നമ്മൾ വേണമെങ്കിൽ ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ബാക്ക് സൈഡിലായിട്ട് നമ്മൾ എന്തെങ്കിലും ഒന്ന് ഒരു ഹുക്ക് പോലെ നമ്മൾ ചെയ്ത് കൊടുക്കുക. ഇല്ലേ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചിട്ട് എവിടെയെങ്കിലും നമുക്ക് ഭിത്തിക്ക് അങ്ങനെ എവിടെയെങ്കിലും ഒട്ടിച്ച് വെക്കാം. അങ്ങനെ വേണം ചെയ്യാം. ഞാനിപ്പോൾ അതിലൊന്നും ചെയ്തിട്ടില്ല. കണ്ടോ, ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. കണ്ടോ, എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനിയൊരു വീഡിയോ കാണുന്നത് വരെ ടാറ്റാ.